അയൽ രാജ്യങ്ങളുടെ പരമാധികാരം ലംഘിക്കുന്നത് ഒരു ശീലമാക്കിയ പാകിസ്ഥാന് ഇപ്പോൾ സ്വന്തം മണ്ണിൽ വെച്ച് തന്നെ ചരിത്രത്തിലില്ലാത്ത ഒരു ഇരുട്ടടി കിട്ടിയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം നിരപരാധികളായിട്ടുള്ള അഫ്ഗാൻ പൗരന്മാർക്ക് നേരെ പാക് സൈന്യം നടത്തിയ ബോംബ് ആക്രമണത്തിന് പാകിസ്ഥാനിൽ നേരിട്ട് കടന്നു കയറി അഫ്ഗാനിസ്ഥാൻ നൽകിയിരിക്കുന്നത് ഇസ്ലാമാബാദിനെ ഞെട്ടിക്കുന്ന വമ്പനൊരു തിരിച്ചടിയാണ്. തീവ്രവാദികളെ പോറ്റി വളർത്തുന്ന പാകിസ്ഥാന് സ്വന്തം തട്ടകത്തിലേറ്റ ഈ മിന്നലാക്രമണം അവരുടെ സകല കണക്കുകൂട്ടലുകളും തെറ്റിച്ചിരിക്കുകയാണ്. പാകിസ്ഥാനിലെ ബലൂചിസ്ഥാൻ, ഖൈബർ പക്തുൻഖ്വ പ്രവിശ്യകളിൽ കടന്നുകയറിയാണ് അഫ്ഗാൻ ഭരണകൂടം ഈ കൂറ്റൻ ഡ്രോൺ വ്യോമാക്രമണം നടത്തിയത്. ഐസിസ് കെ ഭീകരർ താവളമാക്കിയ ഇടങ്ങളെ കൃത്യമായി ലക്ഷ്യമിട്ടായിരുന്നു അഫ്ഗാനിസ്ഥാന്റെ ഈ മിന്നലാക്രമണം. ഖൈബർ പക്തുൻഖ്വയിലെ സരാൻ മേഖലയിൽ ഭീകരർ രഹസ്യ താവളമായി ഉപയോഗിച്ചിരുന്ന ഒരു സ്കൂൾ ബോംബാക്രമണത്തിൽ പൂർണ്ണമായും തകർന്നടിഞ്ഞു. അഫ്ഗാൻ പൗരന്മാർക്ക് നേരെ വൻ ആക്രമണത്തിന് പദ്ധതിയിട്ടിരുന്ന നിരവധി ഭീകരരെയാണ് ഈ ഒരൊറ്റ ഓപ്പറേഷനിലൂടെ വകവരുത്തിയത്. തീവ്രവാദികളെ മാത്രമാണ് ലക്ഷ്യം വെച്ചതെന്നും ആക്രമണത്തിൽ സാധാരണക്കാർക്കാർക്കും പരിക്കേറ്റിട്ടില്ലെന്നും അഫ്ഗാൻ വ്യക്തമാക്കിയിട്ടുണ്ട്. പാകിസ്ഥാന്റെ ധാർഷ്ട്യത്തിനുള്ള അർഹിക്കുന്ന മറുപടിയാണ് ഈ ആക്രമണത്തെ ലോകം നോക്കിക്കാണുന്നത്. 2 ദിവസം മുൻപാണ് പാക് സൈന്യം അഫ്ഗാൻ അതിർത്തിക്കുള്ളിൽ കടന്ന് തുടർച്ചയായിട്ടുള്ള വ്യോമാക്രമണങ്ങൾ നടത്തിയത്. ഐക്യരാഷ്ട്രസഭയുടെ കണക്കുകൾ പ്രകാരം 28 നിരപരാധികളാണ് ആ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. എന്നാൽ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ 38 പേർ കൊല്ലപ്പെട്ടുവെന്ന് അഫ്ഗാൻ സർക്കാർ വ്യക്തമാക്കിയിരുന്നു. സ്വന്തം പൗരന്മാരെ കൊന്നൊടുക്കിയ പാക് സൈന്യത്തിന്റെ അതേ ഭാഷയിലാണ് അഫ്ഗാനിസ്ഥാൻ ഇപ്പോൾ അവർക്ക് മറുപടി നൽകിയിരിക്കുന്നത്. ഈ വിഷയത്തിൽ ഇന്ത്യ സ്വീകരിച്ച ശക്തമായിട്ടുള്ള നിലപാടിനെ പൂർണ്ണമായും ശരിവെക്കുന്നതാണ് നിലവിലെ സംഭവ വികാസങ്ങൾ. അഫ്ഗാനിസ്ഥാന് നേരെ പാകിസ്ഥാൻ നടത്തിയ കടന്നുകയറ്റത്തെ രൂക്ഷമായിട്ടുള്ള ഭാഷയിലാണ് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം അപലപിച്ചത്. ഒരു രാജ്യത്തിന്റെ അതിർത്തി കടന്നുള്ള ആക്രമണം അവരുടെ പരമാധികാരത്തിന്മേലുള്ള ലംഘനമാണെന്ന് ഇന്ത്യ തുറന്നടിച്ചു. സ്വന്തം രാജ്യത്തെ ഭരണപരമായിട്ടുള്ള പരാജയങ്ങളിൽ നിന്ന് ജനങ്ങളുടെ ശ്രദ്ധ തിരിക്കാൻ അയൽ രാജ്യങ്ങളെ ആക്രമിക്കുന്നത് പാകിസ്ഥാന്റെ സ്ഥിരം പരിപാടിയാണെന്നും ഇന്ത്യ ചൂണ്ടിക്കാട്ടിയിരുന്നു. ഇന്ത്യയുടെ ഈ വാക്കുകൾക്ക് പിന്നാലെയാണ് പാകിസ്ഥാന്റെ നെഞ്ചത്ത് തന്നെ അഫ്ഗാനിസ്ഥാൻ ഇപ്പോൾ പ്രഹരിച്ചിരിക്കുന്നത്. തീവ്രവാദികളെ വളർത്തുന്നത് പാകിസ്ഥാന്റെ ആഭ്യന്തര പ്രശ്നമാണെന്നും അതിന്റെ ഭവിഷ്യത്ത് അവർ തന്നെ അനുഭവിക്കേണ്ടി വരുമെന്നുമുള്ള അഫ്ഗാൻ നിലപാട് ഇസ്ലാമാബാദിന് വലിയ നാണക്കേടായി മാറിയിരിക്കുകയാണ്. എപ്പോഴും അയൽ രാജ്യങ്ങളിലേക്ക് തീവ്രവാദികളെ കയറ്റി അയക്കുന്ന പാകിസ്ഥാൻ സ്വന്തം മണ്ണിൽ അവരുടെ പകുതി സൈനിക ശക്തി പോലും ഇല്ലാത്ത മറ്റൊരു രാജ്യം നടത്തിയ ഈ വമ്പൻ തിരിച്ചടിക്ക് മുന്നിൽ പകച്ചു നിൽക്കുകയാണ് നാണം കെട്ട്. ഇതോടെ ഇരു രാജ്യങ്ങളും തമ്മിൽ ഒരു പൂർണ്ണ യുദ്ധത്തിനുള്ള സാധ്യതയാണ് ഇപ്പോൾ തുറക്കപ്പെട്ടിരിക്കുന്നത്. തീവ്രവാദത്തിന്റെ സ്വന്തം ഫാക്ടറിയായ പാകിസ്ഥാന് ലഭിച്ച ഈ പ്രഹരം ലോകരാജ്യങ്ങൾ അതീവ ജാഗ്രതയോടെയാണ് വീക്ഷിക്കുന്നത്.